ഹായ് ഹലോ. ഇന്ന് ലലുമാസ് വേൾഡിലെ പാവയ്ക്ക വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ. നമുക്ക് തീയൽ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം, പക്ഷെ തേങ്ങ അരക്കാത്ത തീയൽ. പാവയ്ക്ക വെച്ച് പിന്നെ എന്ത് ചെയ്താലും എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഈ കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എന്തായാലും ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കരിയാപ്പില, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, ഇച്ചിരി പച്ചമുളകും നമ്മുടെ അരിഞ്ഞു വെച്ച പാവയ്ക്കയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടി മൂടി വെച്ചു കേട്ടോ. അന്നേരം മറ്റൊരു പാനിൽ ഞാൻ കുറച്ച് മല്ലിയും മുളകും കൂടെ വറുത്തെടുത്തു. എന്നിട്ട് നമ്മൾ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ടായിരുന്നു, അത് പിഴിഞ്ഞ് പാവയ്ക്കയിലോട്ട് ഒഴിച്ച് ഇളക്കി അത് മൂടി വെച്ചു. എന്നിട്ട് ഈ വറുത്തതിനകത്തേക്ക് ഇച്ചിരി കരിയാപ്പിലയും ഇച്ചിരി കുഞ്ഞുള്ളിയും കൂടെ വറുത്ത് പിന്നെ മിക്സിയിലോട്ടിട്ട് അതിനകത്തേക്ക് ഇച്ചിരി കായപ്പൊടിയും ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് അരച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഈ അരച്ച പേസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ വേവിക്കാൻ വെച്ചതിനകത്തോട്ട് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ലേശം ഉപ്പും പുളിയും ഒക്കെ ഒഴിക്കണം. ഞാൻ എന്തായാലും ഇച്ചിരി കുറവായതുകൊണ്ടൊക്കെ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് എന്നെ എടുക്കണം, നല്ല കടുകൊക്കെ പൊട്ടിച്ച് അതിനകത്തേക്ക് ഒഴിച്ച് മൂടി വെക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇത് തുറക്കുമ്പോൾ ഒരു മണമുണ്ട് സാറേ, അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് നല്ല ചൂട് ചോറിലേക്ക് ഇത് കുറച്ച് ഒഴിച്ച് പാവയ്ക്കയും കുറച്ച് കഷ്ണങ്ങളിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ബീഫാണ് കേട്ടോ സൈഡിലിടുന്നത്, പക്ഷെ ഹൈലൈറ്റ് നമ്മുടെ പാവയ്ക്കക്കറിയാണ്. അങ്ങനെ അത് ഒഴിച്ച് ഒരു കഴിച്ചു. ആഹാ സൂപ്പർ. ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു, കാരണം പാവയ്ക്കല്ലേ, ആർക്കും വേണ്ട. പിന്നെ ഞാൻ ഈ ചോറും പാത്രം എടുത്ത് ഹാളിൽ പോയി ഇരുന്നപ്പം എല്ലാവരും ചുറ്റും ഇരുന്നു. ജസ്റ്റ് ട്രയൽ എന്ന് പറഞ്ഞ് എല്ലാവരും ഓരോ മേടിച്ചു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സംഭവം. വൈകുന്നേരം ആയപ്പോഴേക്കും ചട്ടി കാലി. ലാസ്റ്റ് ചട്ടിയിലിട്ട് ചോറ് കുറച്ച് കഴിച്ചേച്ചാണ് രാത്രി ഞാൻ ഉറങ്ങിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.